എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം, സാധാരണക്കാരന് വേണ്ടിയിട്ട് മാത്രം. 2 സെൻറ്റിൽ 1.5 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്? നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. എൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് റോഡുണ്ട്. അതിന് ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും. അതിനെ നമ്മൾ 12 ഭാഗിക്കുമ്പോൾ, കഷ്ണിക്കുമ്പോൾ അതിന് ഓരോ കഷ്ണത്തിനും ഓരോ നോർത്ത് പോളും ഓരോ സൗത്ത് പോളും വരും. അതേപോലെ ഭൂമിയെ നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കുകയും എന്നുവെച്ചാൽ 1.5 സെൻറ്റ്, 1/2 സെൻറ്റ്, ഓരോ മുറികൾ എല്ലായിടത്തും ഒരു നോർത്ത് പോളും സൗത്ത് പോളും വന്ന പോലെ ഒരു വാസ്തു പുരുഷനുണ്ടെന്നാണ് സങ്കല്പം. അങ്ങേരുടെ പൊക്കിളിൽ ഒരു കാരണവശാലും വെയിറ്റ് വരാൻ പാടില്ല. അതാണ് ബ്രഹ്മസ്ഥാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ കണക്ക് നമ്മളിപ്പോൾ വലിയൊരു കൊട്ടാരം പോലെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ വലിയ ബ്രഹ്മസ്ഥാനമായിരിക്കും, നമുക്ക് അളവ് കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ 1.5 സെൻറ്റിൽ അല്ലെങ്കിൽ 1/2 സെൻറ്റിലൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ബ്രഹ്മസ്ഥാനം നോക്കാനാണെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ നമ്മൾ വാസ്തുപുരുഷൻ്റെ പൊക്കിളിൽ ഒരു കാരണവശാലും വെയിറ്റ് കൊടുക്കാൻ പാടില്ല. അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ നമ്മൾ ബ്രഹ്മസ്ഥാനം എടുക്കണമെന്ന് നോക്കാം. ടോട്ടൽ വീതിയെ, ടോട്ടൽ ലെങ്തിനെ നമ്മൾ 9 ഡിവൈഡ് ചെയ്യുന്നു. എല്ലാ സ്ഥലത്തു നിന്നും 5ാമത്തെ കളം എന്ന് വെച്ചാൽ വിട്ടിലും ലെങ്തിലും ഉള്ളതിന് 5ാമത്തെ കളം, ഓരോ സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ 5ാമത്തെ കളം എന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗമാണ്. ആ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു വെയിറ്റും വരാൻ പാടില്ല. അതാണ് ആദ്യം നോക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ കിണറൊക്കെ അവിടെ കുഴിച്ച് വെക്കണ ഉണ്ടാകും. അത് വളരെ തെറ്റാണ്. കിണർ അവിടെ വരാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ബ്രഹ്മസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നുള്ള ഇറക്കം. ചില ആൾക്കാർ പറയുന്നു പടിഞ്ഞാട്ട് ദർശനം വന്നാൽ അത് മോശമാണ്, തെക്കോട്ട് ദർശനം വന്നാൽ അത് മോശമാണ്. എന്നാൽ തെക്കോട്ടോ പടിഞ്ഞാട്ടോ ദർശനം വന്നോട്ടെ, തെക്കോട്ടാണ് ദർശനം വന്നെങ്കിൽ കിഴക്കോട്ട് ഇറങ്ങിയാൽ മതി, പടിഞ്ഞാട്ടാണ് ദർശനം വന്നെങ്കിൽ വടക്കോട്ട് ഇറങ്ങിയാൽ മതി. വീട്ടിൽ നിന്നുള്ള ഇറക്കമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നമുക്ക് ഇതിനെ നമ്മൾ അന്ധവിശ്വാസത്തോടു കൂടി പടിഞ്ഞാട്ടിറങ്ങിയാൽ അല്ലെ തെക്കോട്ടിറങ്ങിയാൽ വേറെയുള്ള ചിന്തകൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. വടക്കും കിഴക്കും പിന്നെ നമുക്ക് നാച്ചുറലി നമുക്ക് കിട്ടുന്നുണ്ട്, വടക്കോട്ട് തന്നെ ഇറങ്ങിയാൽ മതി. ഈ തെക്കോട്ടും പടിഞ്ഞാട്ടും മാത്രമാണ് നമുക്ക് ഇറക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കിഴക്കോട്ടും വടക്കോട്ടും ആക്കിയാൽ ഓക്കെ. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ആ വീട്ടിലെ സ്റ്റെപ്പ്, നമ്മൾ വീട്ടിലോട്ട് കയറുന്ന സ്റ്റെപ്പുകളുടെ എണ്ണമാണ്. അത് ആദ്യത്തെ സ്റ്റെപ്പ് ലാഭമാണ്, 2ാമത്തെ സ്റ്റെപ്പ് നഷ്ടമാണ്, വീണ്ടും അടുത്ത സ്റ്റെപ്പായിരിക്കണം അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. അത് വീടിൻ്റെ ഇറയവും ആ ലെവലും ഒരേ ലെവലായിരിക്കണം. അപ്പം ലാഭത്തിലാണ് തീരുന്നത്. അപ്പം എപ്പോഴും ആലോചിക്കുക, 2 സ്റ്റെപ്പാണെങ്കിൽ ലാഭത്തിൽ തന്നെ തീരുള്ളൂ. എന്നാൽ 3 സ്റ്റെപ്പാണെങ്കിലാ, ഭൂമിയിൽ നിന്നും 3 സ്റ്റെപ്പാണെങ്കിൽ നഷ്ടത്തിലേ വരുള്ളൂ. ഒരു കാരണവശാലും 3 സ്റ്റെപ്പ് പാടില്ല. 2 അല്ലെങ്കിൽ 4, ഈ 3 സ്റ്റെപ്പിനെ നമ്മൾ 4 ആക്കിയാൽ മതി, അല്ലെങ്കിൽ 3 സ്റ്റെപ്പിനെ 2 ആക്കിയാലും മതി. പക്ഷേ വയസ്സായവർക്ക് ചിലപ്പോൾ കയറാൻ സാധിക്കില്ല, കാരണം ഈ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കൂടും. അതുകൊണ്ട് 4 ആക്കിയാലും പ്രശ്നമില്ല. അടുത്തതായി നമ്മൾ നോക്കുന്നത് അടുക്കളയാണ്. അടുക്കള നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും തെക്ക് കിഴക്കേ മൂലയിലാണ് വരേണ്ടത്. അവിടെ കുഴപ്പമില്ല, നിഗോണാണ്. അടുത്ത സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയിലുള്ള കോർണറാണ്. അത് ഈശാന കോണാണ്. അവിടെ ആ അടുക്കളയിൽ ഒരു കാരണവശാലും നോൺ വെജ് വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇനി വടക്ക് പടിഞ്ഞാറേ മൂലയിലുണ്ട്, അവിടെയും അടുക്കളയുടെ സ്ഥാനമുണ്ട്. അത് നമുക്ക് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സൂര്യരശ്മി നമ്മുടെ മുഖത്തടിക്കണമെന്നാണ് പറയുന്നത്. അത് രാവിലെ വീട്ടമ്മയുടെ മുഖത്തടിക്കണമെന്ന്. എന്നാൽ അവിടെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അതും സാധിക്കുകയില്ല. എന്നാൽ വടക്ക് കിഴക്കും തെക്ക് കിഴക്കും ഉള്ള അടുക്കളയിൽ അതിന് കുഴപ്പമില്ല. അടുക്കളയിൽ പാചകം ചെയ്യുന്ന വീട്ടമ്മ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഉത്തമം. അപ്പോൾ സൂര്യരശ്മി രാവിലെ നമ്മുടെ മുഖത്ത് അടിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു മുറിയെ നിങ്ങൾക്ക് എല്ലാം കൂടി ഉള്ളെന്നിരിക്കട്ടെ, 1/2 സെൻറ്റിൽ വീട് വെച്ചിരിക്കുകയാണ്, എല്ലാ മുറികളും അവിടെ വയ്ക്കാൻ പറ്റുകയില്ല, ഒറ്റ മുറി മാത്രമേ ഉള്ളെന്നിരിക്കട്ടെ. നടുക്ക് ഭാഗം നമ്മൾ വിട്ടതിന് ശേഷം ഓരോ മൂലയും ഓരോ തെക്ക് പടിഞ്ഞാറേ മൂല ബെഡ്റൂമായിട്ട് എടുക്കുക. 2 കർട്ടൻ ഇട്ടാലും മതി. അതാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ അടുക്കള വയ്ക്കുമ്പോൾ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു അടുക്കളയായിട്ട് സങ്കല്പിക്കുക. വീണ്ടും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ
വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അതും ഒരു ബെഡ്റൂമാണ്, അതിന് സ്ഥാനമുണ്ട്. പിന്നെ വടക്ക് കിഴക്കേ മൂലയിൽ നമുക്ക് പൂജാമുറിയും പിള്ളേരുടെ പഠിത്തവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യും. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു സാധാരണക്കാരന് ഒരു ചെറിയ വീട്ടിലുള്ള ഒരു വാസ്തുവിൻ്റെ വിവരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വലിയ കൊട്ടാരങ്ങൾ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് വ്യത്യാസമൊക്കെ വരാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഞാനൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ചുരുക്കുന്നു. വീണ്ടും കാണാം.